കുറച്ചധികം ദിവസമായിട്ടുണ്ട് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇപ്പോഴാണോ അതിൻ്റെ സമയമൊക്കെ ഒത്തു കിട്ടിയത്. അപ്പോൾ സാധനം കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. നല്ല കൂർക്കയാണ് കേട്ടോ. നാട്ടിൽ നിന്ന് അപ്പച്ചനമ്മയൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. നല്ല നാടൻ കൂർക്ക. കൂർക്കയാണെങ്കിൽ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടില്ലേ. അത് കാരണം എനിക്കെടുത്ത് നേരെ ഉപ്പേരി വെച്ചാൽ മതി. നേരെ എടുത്ത് കൂർക്ക കാച്ചുക, ചോറും വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ല നാടൻ പയർ കേട്ടോ. പയറും വീട്ടിൽ തന്നെ എല്ലാവരും കൂടി ഇരുന്ന് നന്നാക്കിയിട്ടുള്ള പയറാണ്. അതുകൊണ്ട് തന്നെ പയറും നല്ല എളുപ്പത്തിൽ ഇനി എനിക്കത് നേരെ എടുത്ത് കാച്ചിയാൽ മതി. അങ്ങനെ ചോറും കൂട്ടിയിട്ട് കഴിക്കാം. ചോറിനേക്കാളും എനിക്ക് കഞ്ഞിയും പയറാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും സ്പെഷ്യൽ എപ്പോഴും ഈ കൂർക്കയും നല്ല നാടൻ പയറാണ്. ഇനി ഇതുപോലെ തന്നെ വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള അതുപോലെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊട്ടിക്കലിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് എനിക്കതിൻ്റെ സമയം കിട്ടിയത്. അപ്പോൾ എന്തായാലും നാട്ടിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇപ്പം നാട്ടിൽ നിന്ന് അപ്പച്ചനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ അവർ വന്നപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കുറേ സാധനങ്ങൾ നമ്മുടെ എന്താ പറയുക ഫ്രണ്ട്സിനും നമ്മുടെ ഫാമിലിയിലേക്കൊക്കെ കൊടുക്കണ പോലെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു പെട്ടി നമുക്ക് ഇങ്ങോട്ടും വരില്ല. അപ്പോൾ ആ പെട്ടിയിൽ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണ് പെട്ടിയിൽ എന്തുണ്ടായിരുന്നത് എന്നുള്ളത് കാണിച്ചു തരാൻ വിചാരിച്ചു. എന്തായാലും നമ്മളെപ്പോലെ ഇങ്ങനെ നിൽക്കുന്നവർക്ക് എന്തായാലും ഇങ്ങനെ നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങൾ എപ്പോഴും ഒരുപാട് സ്പെഷ്യൽ ആയിരിക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പച്ചനമ്മയൊക്കെ വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിയാറായി. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതൊക്കെ കുറച്ച് ഇങ്ങനെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ പകുതി സാധനങ്ങൾ കൊണ്ടുവന്നത് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പം അത് കാരണം ഞാൻ വിചാരിച്ചു നാട്ടിൽ നിന്ന് എന്തൊക്കെയാണ് അവർ ഇങ്ങോട്ട് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഒന്ന് കാണിക്കാന്നുള്ളത്. അപ്പോൾ കൊണ്ടുവന്നേരത്തെ പകുതി സാധനങ്ങളൊക്കെ ഫ്രീസറിലൊക്കെ വെക്കാനുള്ളതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്തേക്ക് എടുത്തതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തന്നിട്ട് ഇനി എടുത്തു വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മുടെ ബീഫൊക്കെ കഴിയാറായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായതുകൊണ്ട് നമ്മളിതൊക്കെ കഴിച്ച് ഇതുപോലെ പാക്ക് ചെയ്തിട്ട് നല്ല പാക്കിങ്ങിലൊക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് ഫുൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് തൊട്ട് എടുത്തിട്ട് ഇപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗമായത് പറഞ്ഞാൽ നമ്മളത് കൊണ്ടുവന്ന് അന്ന് ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴാണെങ്കിൽ ഇന്നൊക്കെ മക്കളൊക്കെ പോയി നമ്മൾ നല്ല ഫ്രീ ആയ ദിവസമായതുകൊണ്ടാണ്. ഇപ്പം ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞിപ്പം സ്റ്റാർട്ട് ചെയ്തുമല്ലോ. അപ്പം സ്കൂളിലേക്ക് ഇന്ന് അവർ പോയിട്ടുണ്ട്. അപ്പം ആരുമില്ലാത്ത തന്നെ നിങ്ങൾക്ക് സമാധാനമായിട്ട് കാണിച്ചു തരാൻ പറ്റണം. ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിലത്തെ എന്നും ഒരു സ്പെഷ്യലാണ് ബീഫ് കട്ട്ലേറ്റ്. ബീഫ് കട്ട്ലേറ്റ് ഉണ്ട് കേട്ടോ. അപ്പം അത് ഇതിപ്പോൾ ഞാൻ ഇതുവരെ തുറന്നിട്ടില്ല. കാരണം ഓരോന്ന് കഴിഞ്ഞിട്ട് എടുക്കാൻ നമുക്കിവിടെ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മളത് പതുക്കെ എടുത്ത് എല്ലാം കൂടി ഒരുമിച്ചെടുത്ത് അവസാനിപ്പിക്കാണ്ട് കുറച്ച് എടുക്കണ കാരണം കഴിഞ്ഞിട്ടില്ല. ഞാൻ എടുത്തിട്ടില്ല ഇത്. ഇതിപ്പോൾ ബീഫ് കഴിഞ്ഞിട്ട് വേണം ബീഫ് കട്ട്ലേറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ ബീഫ് കട്ട്ലേറ്റ് ഇതുപോലെ പാക്ക് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. കട്ട്ലേറ്റ് ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കണത് എപ്പോഴും ഒരു സ്പെഷ്യലാണ് കട്ട്ലേറ്റ്. കാരണം നമുക്ക് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കുന്ന കട്ട്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ കുറച്ചൊരു ഈ ബ്രെഡ് ക്രംസ് ഒക്കെ ആക്കിയിട്ട് ഒരു കുറച്ച് മധുരമുള്ള പോലത്തെ ഒരു ടേസ്റ്റാണ്. എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമല്ല, ചിലവർക്ക് അത് ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെയൊന്നും മുക്കില്ല. വെറുതെ മുട്ടയുടെ ഇതിലാക്കിയിട്ട് നേരെ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ ചെയ്യാം. അപ്പോൾ അത് കാരണം അതിന് ആ ഒരു നാടൻ ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു മധുരം അങ്ങനത്തെ ഒരു ഇത് വരാത്തതാണ്. നമ്മളെ മറ്റേത് ഇങ്ങനെ കുറച്ച് ഭംഗിയിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാം. പക്ഷെ ഇത് നമുക്ക് ഇങ്ങനെ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റിലുള്ള കട്ട്ലേറ്റ് ആണ് എനിക്കിഷ്ടം. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ട്. ഇത് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ ഇനി കുറച്ച് ഐറ്റംസ് കാണിക്കാനുള്ളത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ പുറത്തുള്ളത് നോക്കാട്ടോ. അപ്പോൾ ഇതായിരുന്നു ചക്ക വറുത്തത് 2 ടൈപ്പ് ഉണ്ട്. അതായത് ഒരെണ്ണം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നുള്ളതുകൊണ്ട് പിന്നെ എൻ്റെ അവിടെ നിന്ന് അങ്ങനെ 2 വീട്ടിൽ നിന്നുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചക്ക വറുത്തത് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നുള്ളത്. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ചെറിയൊരു പാക്കറ്റ്. കാരണം ഇത് ഇത്രയുള്ള കാരണം മറ്റേത് കുറച്ചും കൂടി അനിയത്തിക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കുള്ളതിലത്തെ ഇത് കണ്ട കുറച്ചും കൂടിയും വീതിയിലുള്ള ചക്ക വറുത്തത്. അപ്പോൾ 2 ടൈപ്പ് ചക്ക വറുത്തത്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഞാൻ ഒറ്റയ്ക്കല്ല. അപ്പോൾ എല്ലാവരും കഴിച്ച് കഴിയാറായ കാരണം ഞാനിങ്ങനെ ക്ലിപ്പൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ എന്താ പറയുക ആക്കി വെച്ചതായിരുന്നു. വേറെ നമുക്ക് ഇവിടെ മേടിച്ചാലും നാട്ടിലത്തെ ഉണ്ടാക്കുന്ന വീട്ടിൽ വറക്കണ ടേസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. കൊള്ളി വറുത്തത്, കപ്പ. അപ്പോൾ ഇതൊക്കെ വീട്ടിൽ തന്നെ വറുത്തതാണ് കേട്ടോ. കടയിൽ നിന്നൊന്നും വാങ്ങിച്ചിട്ടുള്ളതല്ല. അവരെല്ലാം എൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്ന് അരിഞ്ഞ് വറുത്തുണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതൊക്കെയായിരുന്നു വേറെ നമ്മുടെ വീട്ടിൽ നിന്നുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഇവിടെ കിട്ടാത്തത് ഭയങ്കര ഒരു സങ്കടം തോന്നാറുള്ളതാണ് നമ്മുടെ ഈ പച്ച മാങ്ങ. കാരണം നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ
നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലത്തെ നല്ല പച്ച, അതായത് നമ്മൾ എപ്പോൾ എടുത്ത് നോക്കിയാലും കാണുമ്പോൾ അതിന്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് പച്ചയാന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ കുറച്ചിങ്ങനെ ഇതായിട്ടുണ്ടാവും. അതായത് നല്ല പുളി ഉണ്ടാവില്ല. നല്ല ചമ്മന്തിയൊക്കെ അരയ്ക്കാനാണ് കേട്ടോ. അരയ്ക്കാന്ന് വെച്ചാൽ മിക്സിയിൽ അടിച്ചിട്ട് നല്ല ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട്, മാങ്ങാ ചമ്മന്തിയൊക്കെ നല്ല നല്ല പുളിയുള്ള മാങ്ങ, അതുപോലെ നല്ല മീൻകറിയൊക്കെ വെക്കാനായാലും മാങ്ങയാണ് ഏറ്റവും ഒരു വിഷമം ഇടയ്ക്ക് തോന്നാറുണ്ട്. നമുക്ക് ഇവിടെ ഷോപ്പിലൊക്കെ പോയി നോക്കുമ്പോൾ നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഒരു നല്ല നാടൻ മാങ്ങ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അപ്പൊ അത് കാരണം നാട്ടിൽ നിന്ന് വന്നപ്പോൾ എന്തായാലും മാങ്ങി നല്ലതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 3-4 മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്, പച്ചമാങ്ങ. ഇതെപ്പോഴും ഒരു സങ്കടം തോന്നാറുണ്ട്. ഇങ്ങനെ നാട്ടില് നമുക്ക് ഇത് എപ്പോഴും കിട്ടണമെന്നാണല്ലോ, പൈസ കൊടുത്ത് ഇവിടെ നമുക്ക് മേടിക്കണ്ടേന്നൊക്കെ. പിന്നെ വാങ്ങിച്ചാലും നമുക്ക് ആ പുളിക്കിടുമ്പോ ഒരു നമുക്ക് നാടൻ മാങ്ങ ആ ഒരു പച്ച ഇടുന്ന ഒരു ഇത് തോന്നാറില്ല. അപ്പൊ നാടൻ മാങ്ങ കുറച്ച് ഒരു 4-5 പച്ചയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പഴുത്തതും ഉണ്ടായിരുന്നു. പക്ഷെ മാമ്പഴം നമ്മൾ നേരത്തെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അത് പിന്നെ ഇനി ഇരിക്കും തോറും ഇതാവണ കാരണം ഫസ്റ്റ് തന്നെ അത് അവസാനിപ്പിച്ചു. അപ്പൊ ഇതിനി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അല്ല, ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി ചമ്മന്തിയാവും, നല്ല മീൻകറിയൊക്കെ വെക്കണം. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴാണ് അതിൽ പകുതി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊക്കെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഓർമ്മ വരുന്നത്. കാരണം നേരത്തെ കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മൾ ഇനി അത് കേടാവാതിരിക്കാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചതാ. വേപ്പിന്റെ അല്ല കേട്ടോ, നമ്മളിവിടെ പൈസ കൊടുത്ത് വാങ്ങിക്കണതാണല്ലോ. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇതിന്റെ വേപ്പിന്റെ മരം ഉണ്ടാവും ഇഷ്ടം പോലെ. നമുക്ക് ഇത് ആവശ്യത്തിന് സമൃദ്ധിയിൽ നമുക്ക് ഇടാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ എന്തായാലും വീട്ടിൽ നിന്ന് നന്നാക്കിയിട്ട് വേപ്പിന്റെ എല്ലാം ഇതുപോലത്തെ പാക്ക് ചെയ്തിട്ട് പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പപ്പടം. ഇത് എന്താ പറയാ, നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ എന്നാലും നാട്ടിൽ നിന്ന് നമ്മളൊരു വിധം എപ്പോഴും ആരെങ്കിലും പോണുണ്ടെന്നെങ്കിലോ അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റുന്നവരുണ്ടെങ്കിലോ ഒക്കെ നമ്മളെപ്പോഴും പറയണതാണ് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പപ്പടം. അപ്പൊ പപ്പടം അതുപോലെ നമുക്ക് ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ളതാണ്. എന്തെങ്കിലും ഇപ്പൊ കറിയൊക്കെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പപ്പടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചൊടിയാണ് കഴിക്കാനായിട്ട്. അപ്പൊ അത് കാരണം പപ്പടം, പിന്നെ അതുപോലെ വേപ്പിന്റെ അല്ല, ഇതൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കേണ്ടത് ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കുമ്പോഴാണ് ഇതൊക്കെ ഓർമ്മ വരുന്നത്. പിന്നെ അതുപോലെ കുറച്ച് ഇതുപോലത്തെ ബേക്കറി ഐറ്റംസ്. ഈ ഒരു ബിസ്ക്കറ്റ്, ഈ ഒരു കുക്കീസ് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഏതെങ്കിലും ഷോപ്പിലുണ്ടോ. നമുക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ ഞാൻ അത് എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ അത് കാരണം നാട്ടിൽ നിന്ന് വരുമ്പോഴാണ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ പൊട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ വേറെ ബേക്കറി ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പേട, ഇങ്ങനത്തെ നമുക്ക് മിൽമയുടെ ഒരു മിൽക്ക് പേട എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അതിന്റെ ഒരു വേറെ ഒരു പാക്കറ്റ്, ഒരു ബോക്സ്. പിന്നെ കുഴിയപ്പം. അപ്പൊ ഇങ്ങനത്തെ നാടൻ ഇതുകളൊക്കെ ഇത് വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതല്ല, പക്ഷെ നമ്മുടെ അടുത്തൊരു ബേക്കറിയിൽ തന്നെ ഉണ്ടാക്കണതാണ്. അപ്പൊ അത് കാരണം വീട്ടിലുണ്ടാക്കുന്ന സെയിം ആ ഒരു ടേസ്റ്റ് പോലെ തന്നെയാണ്. അപ്പൊ കുഴിയപ്പം ഇതൊക്കെ വേഗം എടുത്ത് അവസാനിപ്പിക്കണം. ഇനി ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ഇനി നമുക്ക് കുറച്ച് ദിവസത്തേക്ക് സ്നാക്സും കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും വീട്ടിൽ നിന്ന് അത്യാവശ്യം നമുക്ക് കൊണ്ടുവന്നിട്ടുള്ള കാരണം ഇതൊക്കെ വെച്ച് നമുക്ക് കുക്കിംഗ് ആയാലും എളുപ്പമാണ്. കാരണം ഇറച്ചിയുണ്ട്, പിന്നെ പയറ് കൂർക്കതൊക്കെ നന്നാക്കിയിട്ടുള്ളതുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസത്തേക്ക് എനിക്കൊരു റെസ്റ്റാണ്, അധികം പണിയൊന്നുമില്ല. അപ്പൊ ഇതൊക്കെയായിരുന്നു വേറെ ഐറ്റംസ്. അപ്പൊ ഇതൊക്കെയായിരുന്നു കുറച്ച് സാധനങ്ങള്. പിന്നെ ഇത് കൂടാണ്ട് ഡ്രസ്സ് ഐറ്റംസ് വേറെ ഉണ്ട്. നമുക്ക് മക്കൾക്ക് മോന്റെ ബർത്ത്ഡേ ആണ് മെയിൽ വരുന്നത്. അപ്പൊ അത് കാരണം അവന് ബർത്ത്ഡേ ഡ്രസ്സും, അപ്പൊ ഒരാൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾക്കും വാങ്ങിക്കണല്ലോ. അപ്പൊ അന്നമോനാണെങ്കിലും ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അങ്ങനെ അവർക്കുള്ള ഡ്രസ്സും, അപ്പൊ എന്റെ ഡ്രസ്സ്, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് പിന്നെ മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ള നമ്മൾ ഓൺലൈൻ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ ഉണ്ട്, അതെല്ലാം ഞാൻ കാണിക്കണില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് കൂടുതൽ നമുക്കുള്ള ഇങ്ങനെ നിധി പോലെയുള്ള സാധനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിങ്ങനെ കൊതിച്ചിരിക്കരുത് കഴിക്കാനായിട്ട്. ഇങ്ങനെ കൂർക്കയും പയറൊക്കെ ചില സമയത്ത് നമുക്കിങ്ങനെ നമ്മളിവിടെ കണ്ടിട്ട് മേടിച്ചാലും ഒന്നിനും കൊള്ളാത്ത കൂർക്കയായിരിക്കും. ഇതൊക്കെ നല്ല കൂർക്കയൊക്കെ കിട്ടിയിട്ട്, പിന്നെ പയറാണെങ്കിലും നന്നാക്കി കിട്ടിയിട്ടുള്ള പയറാണ്. അതാണ് എനിക്ക് പണിയില്ല. കൂർക്കയാണെങ്കിൽ അതായിട്ടാ നമുക്കിങ്ങനെ നമ്മുടെ അടുത്ത് തന്നെ ഇങ്ങനെ അവര് നന്നാക്കിയിട്ട് കൊടുക്കണതാണ്. അതായത് മെഷീൻ ഇതിൽ ചെയ്യണതല്ല, ഇങ്ങനെ 2 ആൾ ഇരുന്നിട്ട് അവര് നന്നാക്കണ കൂർക്കയാണ്. അപ്പൊ അത് കാരണം അതും നല്ല ഫ്രഷാണ്, നല്ല നാടൻ കൂർക്ക പോലെ തന്നെയാണ്. അപ്പൊ കൂർക്കയും നല്ല പച്ച പയറും പിന്നെ ഇറച്ചിയൊക്കെ ഉണ്ട്, കട്ട്ലേറ്റും ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബീഫ് നമ്മൾ എടുത്തിട്ട് ഇപ്പൊ ഒരു പകുതി അതിന്റെ അവസാനിച്ചു, ഇനി കുറച്ചും കൂടി ഉള്ളു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു വിശേഷം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് നല്ല ഹാപ്പിയാണ്. പിന്നെ ചക്ക വറുത്തതാണെങ്കിലും കൊള്ളി വറുത്തതും അങ്ങനെ അതുപോലെയുള്ള വീട്ടിൽ വറുത്തിട്ടുള്ള പലഹാരങ്ങൾ വേറെ.
അപ്പം ചായക്കുള്ള സ്നാക്സും അന്വേഷിക്കണ്ട, ബേക്കറി ഐറ്റംസ് നോക്കണ്ട, കുക്കിങ്ങിനാണെങ്കിലും ചോറ് വെക്കുക, കറികൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചൂടാക്കുക, പയറൊക്കെ ഊർക്കുക, എന്തെങ്കിലുമൊക്കെ കാച്ചി കഴിഞ്ഞാൽ നമ്മുടെ ഫുഡും റെഡി. അപ്പം ഇങ്ങനെ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് നല്ലൊരു സമാധാനം ഉണ്ട്. എന്ത് വെക്കും ആലോചിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഉണ്ട്. ഇനി മാങ്ങയൊക്കെ കിട്ടിയിട്ടുള്ള കാര്യം നല്ലൊരു മീൻകറിയൊക്കെ വെക്കണം മാങ്ങ ഇട്ടിട്ട്. കാര്യം നമ്മൾ ഈ കുടപ്പുളി ഇട്ടിട്ട് വെക്കുന്ന മീൻകറിയും മാങ്ങ വെച്ചിട്ട് മീൻകറി വെക്കുന്നതും ആ ഒരു ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമാണ്. കാരണം നമുക്ക് ഇവിടെ അധികം കഴിക്കാൻ പറ്റാത്ത കാരണമായിരിക്കാം മാങ്ങ ഇട്ടിട്ടുള്ള മീൻകറി കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. പിന്നെ മീൻകറി പൊതുവെ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ നാട്ടിലത്തെ ഒരു പാക്കിങ്, നമ്മുടെ ഒരു പെട്ടി പൊട്ടിക്കൽ ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയണത് തന്നെയാണ്. അപ്പൊ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.